വർഷങ്ങൾക്ക് മുൻപ് വൈക്കത്തിനടുത്തുള്ള ചെമ്മനത്തുകരയിലേക്ക് രാത്രി എത്തിയാൽ വീടിൻ്റെ ഉമ്മറത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ തഴപ്പായി നെയ്യുന്ന സ്ത്രീകളെ കാണാമായിരുന്നു. മണ്ണെണ്ണ വിളക്കിന് പകരം വൈദ്യുതി എത്തിയപ്പോഴും തങ്ങളുടെ പ്രിയപ്പെട്ട തൊഴിൽ കൈവിടാൻ ചെമ്മനത്തുകരക്കാർ തയ്യാറായില്ല. 50-ലധികം സ്ത്രീകളാണ് ചെമ്മനത്തുകരയുടെ അഭിമാനമുയർത്തി ഇന്നും തഴപ്പായി നെയ്യുന്നത്. കുഞ്ഞുനാളിൽ പാനെയ്ത് തീർത്ത് ഉള്ളിടത്ത് കൊടുത്ത് പിന്നെ ചെമ്മനത്തുകരയിൽ ഒരു പായെടുക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊടുക്കും. പിന്നെ വൈക്കത്ത് പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ വെളുപ്പിനെ പോകും. അവിടെ പായം കൊണ്ട് ചെന്ന പായെടുക്കാറുണ്ട്. എനിക്കിതാന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് നിൽക്കും. അങ്ങനെ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ ചെന്ന് കലോ ചട്ടിയൊക്കെ മേടിച്ചുകൊണ്ട് പോരും. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ. ഇപ്പം ഞങ്ങൾ പോകാറുമില്ല, വൈക്കത്ത് പള്ളിയിലെങ്ങും പോകാറില്ല. ഇപ്പം വീടുകളിൽ വന്ന് പായെടുത്തോണ്ട് പോകണമുണ്ടേ. തഴച്ചെടിയുടെ ഓല ചെത്തി മുള്ളു കളഞ്ഞ് വൃത്താകൃതിയിൽ ചുരുട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതാണ് തഴപ്പായ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. നന്നായി ഉണങ്ങിയാൽ കത്തി ഉപയോഗിച്ച് ഓല കീറും. പിന്നെ കോൺകുത്തി പായ നെയ്യാൻ തുടങ്ങും. തഴ ഇതുപോലെ തന്നെ അന്നും ചെത്തിപ്പൊന്തി ഉണക്കി ഒക്കെ വെച്ച് മഴക്കാലത്തേക്കൊക്കെ ശേഖരിച്ച് വെച്ച് മഴക്കാലത്തൊക്കെ നെയ്യും. ഉണക്കിയൊക്കെ വെക്കും. മഴക്കാലത്തൊന്നും ചെത്തിപ്പൊന്തിയല്ല, അഥവാ ഉണക്കിയാൽ പൊളച്ച് പോവും മഴയത്തൊക്കെ ഉണക്കിയാൽ. പ്ലാസ്റ്റിക് പായുടെ കാലത്തും ചെമ്മനത്തുകരക്കാരുടെ പായ്ക്ക് ഇന്നും വൻ ഡിമാൻഡാണ്. നെയ്ത്തുകാരുടെ എണ്ണം കുറഞ്ഞതും ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചതും നേട്ടമായി. പുതിയ തലമുറ ഈ തൊഴിലിനോട് മുഖം തിരിക്കുന്നുവെന്നതാണ് നിലവിൽ പായ നെയ്യുന്നവരുടെ സങ്കടം. അന്നത്തെ വലിയ ഒരു ഉപജീവന മാർഗമായിരുന്നു ഇതെങ്കിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ തുലവും ആ മേഖല ഇച്ചിരി പുറകോട്ട് പോയിട്ടുണ്ട്. ഏറ്റവും പ്രായം ചെന്ന ആളുകൾ മാത്രമാണ് ഈ രംഗത്തുള്ളത്. കാരണം ചെറുപ്പക്കാരായ ആളുകൾ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് മാറിപ്പോയിരിക്കുന്നു. ക്യാമറാമാൻ അഭിലാഷ് ചിറക്കടവിനൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.